ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു. കരുത്തേകും നിൻ കരം എൻ തോളിൽ പതിച്ചു. ദുഃഖം മറന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകുതി നൊയമ്പ്. നോമ്പ് പിടിച്ചിട്ട് 25 ദിനങ്ങൾ. സഹോദരങ്ങളെ, നമുക്ക് പകരമായി ക്രൂശിതനായ യേശുവിൻ്റെ പ്രതീകമായി പഴയ നിയമത്തിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതിൻ്റെ ഓർമ്മ. സാത്താനാൽ പ്രേരിതരായി സർപ്പത്താൽ കടിയേറ്റവരായ ഇസ്രായേൽ ജനതയെ മോശ ഉയർത്തി നിർത്തിയ പിച്ചള സർപ്പത്തെ നോക്കുന്നവർ രക്ഷപ്പെടുവാൻ ആഹ്വാനം ചെയ്യുന്ന യഹോവയായ ദൈവം, സത്യത്തിൻ്റെ നായകനും പൂർത്തി വരുന്നവനുമായ യേശുവിനെ നോക്കിക്കൊള്ളുവീൻ എന്നുള്ള വചനത്തിൻ്റെ പഴയ നിയമത്തിൻ്റെ ഓർമ്മയുമായി നിഴലായി നിറഞ്ഞു നിൽക്കുകയാണ് പകുതിയുടെ ബുധനാഴ്ച. സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സാത്താൻ നമ്മെ തോൽപ്പിക്കരുത് ഈ വചനഭാഗങ്ങൾ 3 ദിവസങ്ങൾ നമ്മൾ തുടർച്ചയായിട്ട് കേട്ടു. ഇന്ന് 4ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പിശാച് നമ്മോട് പോരാടുമ്പോൾ അവന് എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടത് എന്നുള്ളതായ ഒരു ധാരണയാണ് പകുതിയുടെ ബുധനാഴ്ച നമുക്ക് ലഭിക്കുന്നത്. മോശ ഉയർത്തിയ പിച്ചള സർപ്പം സാക്ഷാൽ ക്രിസ്തുവാകുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രൂശിതനായ യേശുവിനെ നോക്കുന്നവൻ രക്ഷപ്പെടും. പഴയ നിയമത്തിൽ പിച്ചള സർപ്പത്തെ നോക്കിയവർ എല്ലാവരും സർപ്പത്താൽ കടിക്കപ്പെട്ടവർക്കെല്ലാം സൗഖ്യം ലഭിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, സാത്താൻ നമ്മോട് പോരാടുന്നത് പല രീതിയിലാണ്. അവനെ നേരിടാൻ ഉള്ള ആയുധം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പും ധൈര്യവും തീക്ഷ്ണതയുമാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് മാർച്ച് 9-ാം തീയതി 40 സഹോദരന്മാരുടെ ഓർമ്മയായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ ഈ ഭാഗവുമായി സാധിച്ചില്ല എന്നുള്ളത് ഒരു കുറവായിട്ട് ഞാൻ കാണുകയാണ്. എന്നാൽ ഇന്ന് ഞാൻ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. ഈ 40 സഹോദരന്മാർ ഈ സാത്താൻ്റെ പോരാട്ടത്തിൽ സാത്താനെ നേരിട്ടത് എങ്ങനെയാണ്? രാത്രിയുടെ അന്ധകാരത്തിൽ, സമുദ്രത്തിൻ്റെ അന്തർഗതത്തിൽ, തണുപ്പിൻ്റെ ആ കൂരിരുട്ടിൽ, അത്രമാത്രം തണുപ്പുള്ള മഞ്ഞുപാളികളുള്ള ആ സമുദ്രത്തിൽ 40 സഹോദരന്മാരെ നഗ്നരാക്കി ഇറക്കി നിർത്തുമ്പോഴും സാത്താൻ അവരെ തോൽപ്പിക്കുകയല്ല, സാത്താനെ അവർ തോൽപ്പിക്കുകയാണ് ചെയ്തത്. അവർ സഹോദരന്മാരുടെ രക്തസാക്ഷിത്വത്തിലേക്ക്, ക്രിസ്തുവിന് വേണ്ടി അവർ ഒരിക്കലും റോമൻ ആധിപത്യത്തിനോ നീറോയുടെ വാളിനോ അല്ലെങ്കിൽ അവരുള്ളതായ ശിക്ഷാ നടപടികൾക്കോ അവർ വിധേയരാകുന്നില്ല. 40 സഹോദരന്മാരെ വിശുദ്ധരായി, കിരീടാവകാശികളായി, രക്തസാക്ഷികളായി ആ സമുദ്രത്തിൻ്റെ അന്തർഗതത്തിൽ മരിക്കുമ്പോഴും രക്തസാക്ഷികളാകുമ്പോഴും ഇതാ അവർ അങ്ങനെ സാത്താനെ അവർ നേരിട്ടു. നമ്മുടെ കർത്താവ് പരീക്ഷ വന്നപ്പോൾ സാത്താനെ തോൽപ്പിച്ചു. ലൂക്കോസ് 4:13 വചനം കൊണ്ട് അവൻ ജയിച്ചു. എബ്രായർ 2:14 വചനത്തിൽ മരണത്തെ നീക്കിയ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി യേശു തോൽപ്പിച്ചു. സഹോദരങ്ങളെ, 1 യോഹന്നാൻ 3:8 പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിക്കുവാനാണ് യേശു പ്രത്യക്ഷനായത് എന്ന് അവൻ കാണിച്ചു തന്നു. വാഴ്ചയുള്ള അധികാരികളെ ആയുധവർഗം വെപ്പിച്ച് അവൻ ജയോത്സവം കൊണ്ടാടിയ യേശുവാണ്. യാക്കോബ് 4:7 പിശാചിനോട് എതിർത്ത് നിന്നാൽ അവൻ നമ്മെ വിട്ട് ഓടിപ്പോകാം. പിശാചിനോട് എതിർത്ത് നിൽക്കുന്നത്
അവന് കീഴ്പ്പെട്ടുകൊണ്ടല്ല, അവനെതിരെ പോരാടിക്കൊണ്ടാണ്. സഹോദരന്മാർ, സമുദ്രത്തിൻ്റെ തണുപ്പിൻ്റെ അഗാധത്തിൽ നഗ്നരായി നിൽക്കുമ്പോഴും അവർ ക്രൂശിനെ കണ്ടു. സ്തേഫാനോസ് സഹോദ സ്വർഗത്തിൽ പിതാവിൻ്റെ വലതു ഭാഗത്തിരിക്കുന്ന യേശുവിനെ കണ്ടു. എറിഞ്ഞ കല്ലുകളെല്ലാം മുല്ലമുട്ടുകളായി അവൻ കാണുകയാണ്. ഗീവറീസ് സഹോദായ 3 ഊഴം നിന്നെ കൊല്ലും എന്ന് പറയുമ്പോൾ 4-മതും അവൻ ഉയർത്തെഴുന്നേൽക്കും. 3 ഊഴം നിന്നെ കൊല്ലും, 3 നാൾ ഉയർപ്പിക്കും, 4-മത്തെ കോലയിൽ നിന്നെ ഞാൻ കൊണ്ടുപോകും. ഇങ്ങനെയുള്ളതായ പിതാക്കന്മാരുടെ പാട്ടുകളെ ഗീവറീസ് സഹോദായെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. സഹോദരികളെ, എഫേസ്യർ 6:13-17 വചനം പറയുന്നത് സാത്താനെ നേരിടുന്നതിന് അവൻ്റെ സർവായുധ വർഗം ധരിക്കണം എന്നുള്ളതാണ്. പടച്ചട്ടയണമെന്നുള്ളതാണ്. ഒരു പട്ടാളക്കാരന് പോലെ പോരാടണമെന്നുള്ളതാണ്. വചനമാകുന്ന വാളേന്തണമെന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇതൊക്കെ എല്ലാം നിൽക്കുമ്പോഴും അവനതിൻ്റെ ജീവിതത്തിൽ നമുക്ക് കടന്നു വരുന്ന പിശാചിൻ്റെ പോരാട്ടങ്ങളുണ്ട്. നമ്മൾ കോപിക്കുന്നു, പാപം ചെയ്യുന്നു, ക്ഷമിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നു, നുണ പറയുന്നു. പിശാചിന് ഇടം കൊടുത്തുകൊണ്ടേ ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് പോരാടി ജയിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 19 ബുധനാഴ്ചയിൽ ക്രിസ്തുവിനെ ഉയർത്തി നിർത്തുകയാണ്. അവൻ്റെ ഓർമ്മ ആഘോഷിക്കുകയാണ്. മോശപ്പിച്ചുള്ള സർപ്പത്തെ ഉയർത്തിയതുപോലെ യേശു ക്രിസ്തു ഉയർത്തപ്പെട്ടു. കാൽവരിയുടെ ഉന്നതങ്ങളെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ രക്തത്താൽ പൂരിതമായി അവൻ്റെ രക്തത്തിൽ കഴുകപ്പെട്ടവരായി സാത്താനെ തോൽപ്പിക്കുവാനും പോരാടാനും നമുക്ക് ഉണർന്നിരിക്കാം. ഉണർന്നിരിക്കുന്നവർ, ഉണർവോടെ ഇരിക്കുന്നവർ, ജാഗരൂകരായിരിക്കുന്നവർ, പരീക്ഷാകപ്പെടാതെ ഉണർന്നു പ്രാർത്ഥിക്കുന്നവർ, ഇതാ സാത്താനെ പോരാടി ജയിക്കുക തന്നെയും. അതാണ് അതിന് പോരാടി ജയിക്കുള്ളത് ഏക ആയുധം എന്ന് പറയുന്നത്. പ്രാർത്ഥനയും നോമ്പും ഉപവാസവും ജാഗരണവും അത്രേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ഇതിനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കട്ടെ. എല്ലാവരെയും പേരുവരെ സമർപ്പിക്കുന്നതോടൊപ്പം സഭയോടൊപ്പം സമൂഹത്തോടൊപ്പം ലോകരാജ്യങ്ങളോടൊപ്പം നമുക്ക് എല്ലാ മക്കളോടെയും കൂടെ ക്രിസ്തു സന്നിധിയിൽ നമുക്ക് ചേർന്ന് ഒരുമിച്ച് നിൽക്കാം. അവൻ നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അവൻ്റെ കരം നമ്മുടെ മേൽ സ്പർശിക്കും. കരുണാമയ കരുണയായിരിക്കണമേ സമർപ്പിക്കുന്നു, നിർത്തുന്നു. നിങ്ങളുടെ സിസ്റ്റർ മറിയം. പ്രൈസ് ദി ലോർഡ്.